എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിന്റെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിന്റെ വാതായനങ്ങൾ. ആ ചാപ്റ്ററാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു എന്താണ് ഉദ്ദീപനം, എന്താണ് ഗ്രാഹികൾ, എന്താണ് സ്റ്റിമുലസ് ആൻഡ് റിസപ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഓരോ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസും അതിന്റെ ഗ്രാഹികൾ എന്താണ്, അതിന്റെ റിസപ്റ്റേഴ്സ് എന്താണ്, അതിന്റെ സ്റ്റിമുലസ് എന്താണ്, ഉദ്ദീപനം എന്താണ് എന്നതിനെ പറ്റിയൊക്കെയാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റിലത്തെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഐ അല്ലെങ്കിൽ കണ്ണ് ആണ് അല്ലെ. ഐ അല്ലെങ്കിൽ കണ്ണ്. കണ്ണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അവിടുത്തെ റിസപ്റ്റർ, പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അവിടുത്തെ റിസപ്റ്റർ എന്താണ്? ലൈറ്റ് റിസപ്റ്റർ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റർ. ഫോട്ടോ റിസപ്റ്റർ ആണ് ഐയിലുള്ള റിസപ്റ്റർ. പ്രകാശഗ്രാഹികളാണ് നമ്മുടെ കണ്ണിലുള്ള ഗ്രാഹികൾ എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികളാണ്. അപ്പം ഫോട്ടോ റിസപ്റ്റർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റിമുലസ് എന്തായിരിക്കും? പ്രകാശമായിരിക്കും അല്ലെ. ലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഐ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയത്തിന്റെ റീസെപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹി എന്ന് പറയുന്നത് ഫോട്ടോ റീസെപ്റ്റർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളും അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശവുമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ചെവി. ചെവി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കേൾവിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടുത്തെ റീസെപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ശബ്ദമല്ലേ കേൾക്കുന്നത്. അപ്പൊ അവിടുത്തെ റീസെപ്റ്റർ എന്ന് പറയുന്നത് ശബ്ദഗ്രാഹികൾ അഥവാ ഓഡിറ്ററി റീസെപ്റ്റേഴ്സ്. അപ്പൊ അവിടുത്തെ സ്റ്റിമുലസ് എന്തായിരിക്കും? ശബ്ദമായിരിക്കും അല്ലെ. സൗണ്ട് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇയർ അല്ലെങ്കിൽ ചെവിയിലെ ഗ്രാഹികൾ അല്ലെങ്കിൽ റീസെപ്റ്റർ എന്ന് പറയുന്നത് ഓഡിറ്ററി റീസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികളാണ്. അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് ആണ്. അടുത്തത് ടങ്. ടങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രുചി അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടുത്തെ റീസെപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ടേസ്റ്റ് റീസെപ്റ്റേഴ്സ് ആണ്. ടേസ്റ്റ് റീസെപ്റ്റേഴ്സ് ആണ് നമ്മുടെ ടങ് അല്ലെങ്കിൽ നാവിലെ ഗ്രാഹികൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്തായിരിക്കും? ടേസ്റ്റ് ആയിരിക്കും അല്ലെ. രുചിയാണ് അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് നോസ് അല്ലെ. മൂക്ക്. മൂക്ക് എന്ന് പറയുന്നത് സ്മെൽ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടുത്തെ റീസെപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹി എന്ന് പറയുന്നത് ഓൾഫാക്ടറി റീസെപ്റ്റേഴ്സ്. ഓൾഫാക്ടറി റീസെപ്റ്റർ എന്ന് പറയുമ്പോൾ ഗന്ധഗ്രാഹികളാണ് ഇവിടുത്തത്. നോസ് അല്ലെങ്കിൽ മൂക്കിലത് ഗന്ധഗ്രാഹികൾ. അപ്പൊ അവിടുത്തെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് സ്മെൽ ആയിരിക്കും. ഗന്ധമാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. നമ്മളിനി പറയുന്നത് സ്കിൻ അല്ലെങ്കിൽ ത്വക്കിനെ പറ്റിയാണ് അല്ലെ. അപ്പം സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മൊത്തമായി പൊതിഞ്ഞ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാവരണമാണ്. എന്തെന്ന് പറയുന്നത്? സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മൊത്തമായിട്ട്, നമ്മുടെ ബോഡിയെ മൊത്തമായി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്പർശനം മാത്രമാണോ അല്ലെങ്കിൽ ടച്ച് മാത്രമാണോ നമുക്ക് സ്കിന്ന് വഴി അറിയാൻ പറ്റുന്നത്? അല്ല അല്ലെ. അപ്പൊ കോൾഡ് റീസെപ്റ്റേഴ്സ് ഉണ്ട്. കോൾഡ് റീസെപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്ന് വഴിയായിട്ടാണ് എന്തറിയുന്നത്? തണുപ്പ് അറിയുന്നത്. തണുപ്പ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കിന്നിൽ കാണുന്ന ഗ്രാഹികളാണ് എന്തെന്ന് പറയുന്നത്? കോൾഡ് റീസെപ്റ്റർ അല്ലെങ്കിൽ തണുപ്പ് ഗ്രാഹികൾ. പിന്നെന്താ? ഹോട്ട് റീസെപ്റ്റേഴ്സ് ഉണ്ട്. ഹോട്ട് റീസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തണുപ്പ് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്ന് വഴി നമുക്ക് ചൂട് അറിയാൻ പറ്റും അല്ലെ. ആ ചൂട് അറിയുന്ന ഗ്രാഹികളാണ്, ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹോട്ട് അറിയുന്ന ഗ്രാഹികളാണ് എന്തെന്ന് പറയുന്നത്? ഹോട്ട് റീസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ടച്ച് റീസെപ്റ്റേഴ്സ് ഉണ്ട്. ടച്ച് റീസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പർശനം അറിയാം, നമ്മളെ ടച്ച് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഹികളാണ് എന്തെന്ന് പറയുന്നത് ടച്ച് റീസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ
സ്പർശനഗ്രാഹികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് റീസെപ്റ്റേഴ്സ് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്കിലുണ്ട്. അപ്പം കോൾഡ് അറിയുന്നത് ഏത് സ്റ്റിമുലസ് വഴിയാണ്? കോൾഡ്. ഹോട്ട് അറിയുന്നത് ടെമ്പറേച്ചർ അല്ലെ, ഹോട്ട് എന്ന് പറയുന്ന ആ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഹോട്ട് റീസെപ്റ്റേഴ്സിനകത്ത് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. പിന്നെ ടച്ച് റീസെപ്റ്ററിനകത്ത് വരുന്നത് ടച്ച് ആണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും അവയുടെ ഗ്രാഹികളും ഉദ്ദീപനങ്ങളും എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം കാണുന്നതോടൊപ്പം തന്നെ അത് ഫില്ല് ചെയ്തുകൂടെ പോവുക. അപ്പം നമ്മളിപ്പോ പറഞ്ഞത് ഐ സോക്കറ്റ് അല്ലെ. ഐ സോക്കറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കണ്ണിനെ ഈ നേത്രകോടരം അല്ലെങ്കിൽ ഐ സോക്കറ്റിലേക്ക് ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരത്തിലേക്ക് നമ്മുടെ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ചില പേശികളാണ്. ആ പേശികളാണ് ബാഹ്യ കൺപേശികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺപേശികളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരത്തിലേക്ക് കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഐ സോക്കറ്റും എക്സ്റ്റേണൽ ഐ മസിൽസും. ഈ ഐ സോക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഐ സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേത്രകോടരം, കണ്ണിനെ ആ ഒരു ഉള്ളിലേക്ക് പിടിച്ചു നിർത്തുന്നതാണ് ഈ ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം എന്ന് പറയുന്നത്. ആ ഐ സോക്കറ്റിലേക്ക് കണ്ണിനെ പിടിച്ചു നിർത്തുന്ന ചില പേശികളാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം പിരികമുണ്ട്, കൺപോളയുണ്ട്, കൺപീലിയുണ്ട് അല്ലെ. പിരികം, കൺപോള, കൺപീലി, ഈ മൂന്നെണ്ണവും നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐബ്രോ, ഐലിഡ്സ് ആൻഡ് ഐലാഷസ്. ഈ മൂന്നെണ്ണം നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്കറിയാലോ നമ്മുടെ കണ്ണിൽ നിന്ന് ചില കണ്ണുനീരുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോ പറഞ്ഞത് ഐ സോക്കറ്റ് പറഞ്ഞു, എക്സ്റ്റേണൽ ഐ മസിൽസ് പറഞ്ഞു, ഐബ്രോ, ഐലിഡ്, ഐലാഷസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് കൺജങ്ക്റ്റീവ ആണ്. എന്താണ് കൺജങ്ക്റ്റീവ? ഈ കൺജങ്ക്റ്റീവ നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ണിലേക്ക് ഒരു ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലേക്ക് ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഈ കൺജങ്ക്റ്റീവയാണ് നമ്മുടെ കണ്ണിനെ ആ ഒരു വരൾച്ചയിൽ നിന്ന് കണ്ണൊക്കെ വരണ്ടു പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൺജങ്ക്റ്റീവ ഉള്ളത്. അടുത്തതാണ് ടിയേഴ്സ് എന്ന് പറയുന്നത്. ടിയേഴ്സ് അറിയാലേ, നമ്മള് കണ്ണുനീരെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കരയാൻ പാടില്ല, കാരണം നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ചില ഫോറിൻ പാർട്ടിക്കിൾസ്, ചില പാർട്ടിക്കിൾസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിയേഴ്സ് ഉള്ളത്. ടിയേഴ്സിനകത്ത് ഒരു എൻസൈം ഉണ്ട്, ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം. ഈ ലൈസോസൈം എൻസൈം തന്നെയാണ് നമ്മുടെ മൗത്തിലുള്ള സലൈവറി ഗ്ലാൻസിനകത്തും ഉള്ളത്. ഈ ലൈസോസൈം എൻസൈം തന്നെയാണ്. അപ്പം ലൈസോസൈമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ ലൈസോസൈം ഉള്ളത്. നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ചില ജേംസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീരിൽ എന്തുള്ളത്? ഈ ലൈസോസൈം എന്ന് പറയുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഉള്ളത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഐയിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഐ സോക്കറ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കണ്ണിനെ ആ ഒരു നേത്രകോടരം, ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം എന്ന് പറയുന്നത്. ഈ ഐ സോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ ആണ്, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ കുഴിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഐ സോക്കറ്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻസ് ആണ് ഈ ഐ സോക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ ഐ മസിൽസ്, ഈ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ണിലെ ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത്. ഈ ബാഹ്യ കൺപേശികളാണ് ഐ സോക്കറ്റിലേക്ക് നമ്മുടെ കണ്ണിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് ഈ എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺപേശികൾ എന്ന് പറയുന്നത്. പിന്നെ ഐബ്രോ, ഐലിഡ്, ഐലാഷ്, നമ്മുടെ പുരികം,
കൺപോള, കൺപീലി, ഇത് മൂന്നും എന്താണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു ഫോറിൻ പാർട്ടിക്കിൾസിലൊക്കെ നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഐബ്രോ, ഐലിഡ്, ഐലാഷ് എന്ന് പറയുന്ന ഈ മൂന്ന് സാധനങ്ങൾ. പിന്നെ കൺജങ്ക്റ്റീവ എന്തിനാണ്? ഒരു മ്യൂക്കസ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ശ്ലേഷ്മം ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കണ്ണിനെ വരൾച്ചയിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ കൺജങ്ക്റ്റീവ ഉള്ളത്. പിന്നെ പറഞ്ഞത് ടിയേഴ്സ് അല്ലെങ്കിൽ കണ്ണുനീര്. ഈ ടിയേഴ്സ് എന്ന് പറയുന്നത്, കണ്ണുനീര് എന്ന് പറയുന്നത് അതിനകത്തുള്ള എൻസൈം ആണ് ലൈസോസൈം എന്ന് പറയുന്നത്. അത് ചില ജേംസ് ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ചില ജേംസ്, രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി അല്ലേ. അപ്പം ആദ്യമേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ജ്ഞാനേന്ദ്രിയങ്ങളും ഗ്രാഹികളും ഉദ്ദീപനങ്ങളും. നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും അതിന്റെ ഗ്രാഹികൾ ഏതൊക്കെയാണ്, അതിന്റെ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്തൊക്കെയാണ്, സെൻസ് ഓർഗൻസും അതിന്റെ റീസെപ്റ്റേഴ്സും, പിന്നെ അതുപോലെ അതിന്റെ സ്റ്റിമുലസ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ഐയുടെ ഒരു സ്ട്രക്ചറിന്റെ തുടക്കം നമ്മളൊന്ന് പറഞ്ഞു. അതില് എന്തെല്ലാമാണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്? 7 കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ, ഐയുടെ സ്ട്രക്ചർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, കണ്ണിന്റെ ഘടന നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയാൻ പറ്റും. താങ്ക് യു.